ആ ഉത്തമ പുരുഷനല്ലേ. എല്ലായിടത്തും രക്ഷിക്കാനായി പാഞ്ഞെത്തുന്നവൻ. അയ്യോ, നമ്മളൊന്നും പറയുന്നില്ലേ. അച്ഛാ, ഞാൻ ഇറങ്ങുക. ഞാൻ വിളിച്ചോളാം. ജോലി പോയതോർത്ത് അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ വേറൊരു ജോലി ശരിയാക്കാം. എന്നാ പിന്നെ വരട്ടെ. എന്നാലും എന്റെ മനോഹര, എടാ ഇപ്പോഴും നാക്ക് കുഴയുന്നുണ്ട് നിന്റെ. എന്റെ നാക്കേ തന്നെയും കുഴഞ്ഞല്ലോ. അച്ഛനെ ആരോ കൂഴച്ചക്ക പോലെ കുഴച്ചെന്നാ അച്ഛൻ പറയുന്നത്. നീ മിണ്ടരുത്. ഈ കളി നിനക്കുള്ള പങ്ക എനിക്കറിയേണ്ടത്. ചതിച്ചത് നടേശനാ. അവരൊക്കെ വലിയ വലിയ ആൾക്കാരായിരിക്കും. പക്ഷെ പണി തന്നവർക്കും കെണി വെച്ചവർക്കുള്ള മറുപടി മനോഹരൻ കൊടുത്തിരിക്കും. അതിന് മനോഹരേട്ടൻ എന്തിനാ ശരത്തിനോട് ചൂടാവുന്നേ? ചൂടായെങ്കിലേ അതിന് തക്ക കാരണം ഉണ്ടായിരിക്കും. അതൊക്കെ തൽക്കാലം നിന്നെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സൗകര്യമില്ല. അമ്മ, അച്ഛൻ ആ നടേശനെ പറ്റി കള്ളം പറയേണ്ട കാര്യം എന്താ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മയ്ക്ക് കാര്യം മനസ്സിലായില്ലേ? അച്ഛനല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടടി. കാരണേ മനോഹരന് ബുദ്ധി ഉപദേശിക്കുന്നത് ഇപ്പൊ നീയാണല്ലോ. ഇനി പറ്റിയ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാം കൂടെ ആ നടേശന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്ന് ആർക്കറിയാം. ഓ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാനെന്തായാലും 10-15 വർഷം ഈ ഭൂമി ജീവിച്ചോനല്ലേ. ആ, അപ്പൊ എനിക്ക് സൗകര്യമുള്ള ഞാൻ ചെയ്യും. അമ്മയുടെ കാര്യം നോക്കാം. മനോഹര, ദേ നീ ബന്ധം മറന്ന് സംസാരിക്കരുത്. എന്നാ ബന്ധം അമ്മേ? പണക്കിലുക്കവും പണത്തൂക്കം നോക്കിയുള്ള ബന്ധവേ ഈ ഭൂമിയിലുള്ളൂ.